വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമം 25-ാം പുസ്തകമാണ്. ജ്ഞാനോപദേശങ്ങൾ എന്നും സഭാപ്രസംഗകൻ എന്നും അറിയപ്പെടുന്ന ജ്ഞാനപുസ്തകം. ദാവീദിന്റെ പുത്രനും ജെറുസലേമിൽ രാജാവും എന്ന ഗ്രന്ഥകാരൻ തന്നെക്കുറിച്ച് പറയുമ്പോൾ ഈ പുസ്തകത്തിന്റെ രചയിതാവ് സോളമനാണെന്ന് കാണുന്നു. മനുഷ്യന്റെ ജീവിതം എത്ര നശ്വരവും അനിശ്ചിതവുമാണ് എന്നതിൻ്റെ ആഴത്തിലുള്ള നിരീക്ഷണമാണ് ഇവിടെ കാണുന്നത്. എല്ലാം മിഥ്യയാണെന്നും ജീവിതത്തിന്റെ വ്യർത്ഥതയും ആനന്ദത്തിന്റെ പരിമിതിയും വരച്ചുകാട്ടി ദൈവത്തെ ഭയപ്പെടുക, അവന്റെ കൽപ്പനകൾ പാലിക്കുക എന്നീ ഉപദേശങ്ങളാണ് 12 അധ്യായങ്ങളിലൂടെ വിവരിക്കുന്നത്. ഈ പുസ്തകത്തിൽ എല്ലാം നിസ്സാരമാണ് എന്ന വാക്യം പലതവണ ആവർത്തിച്ച് ജീവിതത്തിന്റെ നിസ്സാരതയെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യന്റെ പരിശ്രമങ്ങൾ, സമ്പത്ത്, ജ്ഞാനം, ആനന്ദം എന്നിവയെല്ലാം താൽക്കാലികമാണെന്നും സമയത്തിന്റെ ചക്രമനുസരിച്ച് ജനനം, മരണം, പണിയൽ, തകർക്കൽ, പ്രണയം, ദ്വേഷം എന്നിവയ്ക്ക് ഓരോ സമയമുണ്ടെന്നും വ്യക്തമാക്കുന്നു. മൂഢനും ജ്ഞാനിയും ഒരേ വിധത്തിൽ അവസാനിക്കുന്നുവെന്നും ദൈവത്തെ ഭയപ്പെടുക, അവന്റെ കൽപ്പനകൾ പാലിക്കുക, ഇതാണ് മനുഷ്യന്റെ പ്രധാന കടമ എന്നും ഓർമ്മിപ്പിക്കുന്നു. ദൈവം നൽകിയ ആനന്ദം ആസ്വദിക്കുക, അതാണ് ജീവിതത്തിന്റെ അനുഗ്രഹമെന്നും മരണത്തിന് ശേഷം എന്ത് ഉണ്ടാകുമെന്ന് വ്യക്തതയില്ല എന്നുകൂടി ഈ പുസ്തകത്തിൽ കാണാം. സഭാപ്രസംഗിയുടെ ആദ്യ അധ്യായം മനുഷ്യജീവിതത്തിന്റെ അർത്ഥശൂന്യതയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകളാണ്. ലോകത്തിലെ കാര്യങ്ങൾ എല്ലാം ആവർത്തനമാണ്. മനുഷ്യന്റെ പരിശ്രമം, അറിവ്, ജ്ഞാനം എല്ലാം അവസാനം വ്യർത്ഥം എന്നതിലേക്കാണ് എത്തുന്നത്. സഭാപ്രസംഗിയുടെ 2-ാം അധ്യായം മനുഷ്യജീവിതത്തിൽ അന്വേഷിക്കുന്ന സന്തോഷം, സമ്പത്ത്, ജ്ഞാനം എന്നിവയുടെ പരിമിതികളെക്കുറിച്ചാണ്. എഴുത്തുകാരൻ തന്റെ ജീവിതത്തിൽ പരീക്ഷിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ആനന്ദം, വിരുന്നുകൾ, വലിയ നിർമ്മിതികൾ, സമ്പത്ത്, ജ്ഞാനം എല്ലാം അവസാനം വ്യർത്ഥമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.